എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പം ഞാനിന്ന് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ ഒരു സാധനം നിങ്ങളെ കാണിക്കാനായിട്ടാണ്. അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നുള്ള ചെറിയൊരു കുഞ്ഞു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കും വീട്ടിൽ ഉണ്ടാക്കി നോക്കാമല്ലോ. അപ്പം ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ എൻ്റെ വീട് UK-ലാണ്. അപ്പം നാട്ടിലത്തെ ചില കാര്യങ്ങൾ ഞാൻ ഇവിടെ UK-ൽ മിസ് ചെയ്യും. അപ്പം ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് ഇങ്ങനെ പതുക്കെ ചോദിക്കും, അത് ഉണ്ടാക്കി തരാം, ഇത് ഉണ്ടാക്കി തരാം. അപ്പം പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ ഉണ്ടാക്കി തരും. അപ്പം നിങ്ങൾക്ക് കൂടി ഒന്ന് ഞാനൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങൾക്കും അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ ഒന്ന് സോപ്പിട്ട് ഇതൊക്കെ നടത്തിയെടുക്കുക. ഓക്കെ, അപ്പം എന്താന്ന് പറയാം. അപ്പം ഞാൻ എൻ്റെ ബാത്റൂമിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇവിടെ UK-ൽ സമ്മറിൽ നല്ല കുഴപ്പമൊന്നുമില്ല. വിൻ്ററിൽ ചെറിയൊരു തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സാധനം ഉപയോഗിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. എന്നാലും നമുക്കതിൻ്റെ ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ കാണിച്ചു തരാം എന്താണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം എനിക്ക് എൻ്റെ ചുരിദാറും നമ്മുടെ വെള്ള ഷർട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ ബാത്റൂമിൻ്റെ അകത്ത് ഇങ്ങനെ ഇവിടെ ഇട്ട് ഇങ്ങനെ കുത്തിപ്പിഴിഞ്ഞ് ഇങ്ങനെയാണ് കഴുകുന്നത്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കഴുകാനായിട്ട് ഞാൻ ഓർത്ത് എനിക്കൊരു അലക്കല്ല് ഉണ്ടാക്കി തരണം ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു, ഓക്കെ, ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. കുറച്ച് നാളായി ഇതിൻ്റെ പറച്ചിലൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഇൻട്രോയും എൻഡും ഒരു ദിവസം എടുക്കുന്നതാണേ, അത് കാരണമാണ്. അപ്പോൾ ഉണ്ടാക്കി തരുന്നത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിക്കാം. അതിന് ശേഷം ഇത് നമുക്ക് നിങ്ങളുടെ മുന്നിൽ വെച്ച് നമുക്ക് ഉദ്ഘാടനം ചെയ്യാം. ഞാൻ ഉദ്ഘാടനം ചെയ്തില്ല, ഹസ്ബൻഡ് ഓൾറെഡി കഴുകി. ഞാൻ കാണിക്കാം. ഓക്കെ, ഇത്രയും കെട്ടിക്കഴിഞ്ഞു ഓൾറെഡി. മനുഷ്യനെ ഇത്രയും വലുതാക്കി ഉണ്ടാക്കുന്നത്. ഇത്രയും വലുത് എന്തിനാ മനുഷ്യ? എന്നാലും ഞാനൊത്ത് നീ അവിടെ കുറെ സ്പേസ് ഇടുമായിരിക്കുന്നത്. ഇങ്ങനെ ഇട്ടാ മതിയോ? അപ്പം ഞാൻ അതിൻ്റെ തുടക്കപ്പാർട്ട് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ദീപാവലിയുടെ ഫംഗ്ഷന് പോയേക്കുമായിരുന്നു. അപ്പോൾ ഇതെന്താ ചെയ്തതെന്ന് പറഞ്ഞാൽ അവിടെ കുറച്ച് സ്പേസ് നമ്മൾ വേസ്റ്റ് ബിൻ ഇടുന്ന സ്ഥലമായിരുന്നു. അപ്പം നമ്മുടെ കുറേ കുഞ്ഞു കല്ലുകളുണ്ടായിരുന്നു. അപ്പം മിഡിൽ കുറേ ഇങ്ങനെ ജസ്റ്റ് ഹോളോ ബോക്സ് വെച്ചിട്ട് ഇങ്ങനൊരു ഉണ്ടാക്കിയിട്ട് നടുക്ക കല്ലുകൾ ആണ് ഇട്ടിട്ട് പിന്നെ എൻ്റെ മുകളിൽ സിമെൻറ്റ് വെക്കുക. ഈ ഹൈറ്റ് വരാം. ഇത്ര ഹൈറ്റ് കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുമോ? അളക്കാൻ പറ്റില്ല. സിമെന്റ് ഇല്ല. ഞാൻ അപ്പം അലക്കുകല്ല് ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സമീപിക്കുക രാജേഷ് മേസ്ത്രി. രാജേഷ് മേസ്ത്രിനെ സമീപിക്കുക. മേത്ത് മുഴുവൻ പോ. ഞാൻ അങ്ങോട്ടല്ലല്ലോ പോണേ. നിനക്ക് ഞാൻ ഓടാക്കാം, നീ അവിടെ നിന്ന് വരണ്ട, ഞാൻ ഓടാക്കാൻ പോയി. ഈ കൈ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടോ? ഞാനത് ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. അവിടെ ഉനിയമ്പാ നീ വേറെ ആൾക്കാരും വന്ന് പൂജ വന്നു. ഞാൻ ചെന്നപ്പോൾ പൂജയൊക്കെ ഉണ്ടോ അവിടെ? അപ്പോൾ അവിടെ വെച്ചിട്ട് അപ്പുറം തന്നെ വെക്കുന്നേ. അവിടെ അവിടെ എടുക്കുന്നു. അപ്പോൾ എന്നാന്ന് ചെയ്യുന്നത് പറഞ്ഞാൽ ഇങ്ങനെ ഹോളോ ബ്രിക്സ് വെച്ചിട്ട് അപ്പോൾ അത്ര ഹൈറ്റ് അല്ലല്ലോ, പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വലിയ സിമെൻറ്റിൻ്റെ കട്ടയുണ്ടല്ലോ,
അപ്പം ടൈൽസ് പോലത്തെ. അപ്പം അത് അതിൻ്റെ അകത്തേക്ക് വെച്ച് കുറച്ചും കൂടെ പൊക്കമാക്കി ഒന്ന് ലെവൽ ചെയ്തിട്ട് നമ്മൾ കല്ല് വെക്കാനാണ് നമ്മുടെ പ്ലാൻ കേട്ടോ. ഇതിൻ്റെ മൊത്തം സിമെൻറ്റ് ആവേ. അവിടെ കൊണ്ടുകിട്ടാൽ പിന്നെ അവിടെ നിറച്ച് കഴിഞ്ഞാൽ അതെല്ലാം വാങ്ങണ്ട. അവിടെ നിന്ന് പിന്നെ അത്രയും ഗ്യാപ്പോടെ ഇട്ടേ. വേസ്റ്റ് എടുത്ത ഗ്യാപ്പ് നീ എന്തെങ്കിലും ഒന്ന് താഴെ പോയി കഴിഞ്ഞാൽ എടുക്കാനേ കുഞ്ഞെടുക്കാമല്ലോ. എന്തായപ്പോൾ അത് അവിടെ സ്പേസ് അങ്ങോട്ട് കയറ്റി ഉണ്ടാക്കുമായിരുന്നെങ്കിൽ അത്ര സ്പേസ് പോകത്തില്ലായിരുന്നല്ലോ. എന്നാലും അവിടെ പെയിന്റ് പിടിക്കാൻ പറ്റും. അയ്യോ ഇച്ചിരി സ്ട്രെയിറ്റ് ആണോ നടത്? ഇച്ചിരി സ്ലോപ്പിൽ നല്ല പക്ഷേ വെള്ളം അങ്ങോട്ട് ഒഴുകിപ്പോണ്ടേ. അതല്ലേ ചേച്ചി ഈ രണ്ട് സാധനം തമ്മിൽ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആണോ? എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഇച്ചിരി സിമെൻ്റ് ഇടണ്ട അതിനും കൂടെ ഇതാണെങ്കിൽ. അതിൻ്റെ ഇടയിൽ ഇച്ചിരി സിമെൻ്റ് ഇടണ്ടാന്ന് ഞാൻ ചോദിച്ചത്. ഇതിൻ്റെ ഇടയിൽ ബിറ്റ്വീൻ അല്ല മണ്ണ് പറ്റിയത് മോള് വന്നു. അതവിടെ പരിക്കണം. പൂജയുടെ മോനെ വണ്ടി ഓടിച്ചെന്നെ കൊണ്ടോട്ടെ. പൊട്ടിയോ? പൊട്ടിപ്പോയേ. അതിനോട് സിമെൻ്റ് ആക്കണ്ടേ? ചുമ്മാ ഇരിക്കുകയല്ലോ. നമുക്ക് അങ്ങനെ ആക്കി വെക്കാം. അപ്പോൾ കറക്റ്റ് എവിടെ അറിയാം. അങ്ങനെ ആക്കി വെക്കാം. അങ്ങോട്ടില്ലല്ലോ, തന്നെയാണല്ലോ. ഇങ്ങോട്ട് കുറച്ചും കൂടെ നീളമുണ്ട്. കുറച്ചും ലെവലാക്കണം, അല്ലെങ്കിൽ അത് എങ്ങനെ ഇരിഞ്ഞ് വയ്ക്കും.
കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ? അലക്ക് കല്ല് നമുക്ക് ഉൾക്കാണ്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല സുഖമായിട്ട് നമുക്കിവിടെ ഒന്ന് കഴുകാം. ഉണ്ടോ എന്ത് സുഖം! നിങ്ങൾക്കപ്പം ആഗ്രഹമുണ്ടോ ഇങ്ങനെയൊക്കെ കഴുകിയെടുക്കാൻ? ഇതാണ് ഞാൻ പറഞ്ഞ വിളക്കല്ല്. അപ്പം നമുക്ക് ദൂരിപ്പിക്കാൻ അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ അലക്ക് കല്ലിൻ്റെ കോര. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാനിവിടെ തുണിയൊക്കെ അലക്കി. അത് നന്നായിട്ട് തോന്നണ്ടോ, നല്ല സൂപ്പറായിട്ട് നമുക്ക് തുണിയൊക്കെ അലക്കാൻ പറ്റും. കണ്ടോ എങ്ങനെയുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് ഈ കുഞ്ഞു വീഡിയോ, അലക്കല്ലിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുക. അപ്പോൾ നിങ്ങളും ഇങ്ങനെയുള്ള അലക്കുകല്ല്, ഞാൻ അരകല്ല് ഉണ്ടാക്കിയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ കമൻറ്റ് പറയുക. അപ്പം യു കെയിലുള്ളവർക്കും ഇനി അലക്കലും അരകല്ലും ഒന്നും മിസ് ചെയ്യത്തില്ല. അപ്പം ഞാനിവിടെ അരകല്ല് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒത്തിരി പേര് ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞു അവർക്കും ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ പേരൊക്കെ മേടിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. അതുപോലെ ഈ അലക്കല്ലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിലുണ്ടാക്കിയിട്ട് എന്നോട് അഭിപ്രായം പറയുക. ഓക്കെ, അപ്പം ഞാൻ മറക്കാതെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലടിക്കുകയും ചെയ്യുക. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത് വേറൊരു എക്സസൈസിങ് ടൂളാണ്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് കറണ്ടിൻ്റെയൊക്കെ പൈസയൊക്കെ ഒത്തിരി കൂടി വരികയാണെന്ന് നിങ്ങൾക്കറിയാലോ. അപ്പം വാഷിംഗ് മെഷീൻ ഉപയോഗമൊക്കെ കുറയ്ക്കുകയും ചെയ്യാം. എന്നാൽ നമ്മുടെ തുണിയൊക്കെ നല്ല വൃത്തിയായിട്ട് വരികയും ചെയ്യും. സമ്മർ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അത് ഉപയോഗിക്കാം. വിൻ്ററിലാണ് കുറച്ച് തണുപ്പിൻ്റെയൊക്കെ പ്രശ്നം. ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ വീടിൻ്റെ അകത്തുനിന്ന് തന്നെ ചൂടുവെള്ളം എടുത്തിട്ട്, നമുക്ക് വീടിൻ്റെ പുറത്ത് നമുക്ക് ചൂടുവെള്ളം കിട്ടാനുള്ള മാർഗ്ഗമില്ലല്ലോ. അതുകൊണ്ട് വീടിൻ്റെ അകത്ത് തന്നെ ചൂടുവെള്ളം എടുത്ത് സോപ്പുമായിട്ട് അങ്ങോട്ട് ഇറങ്ങി, എന്നിട്ട് അവിടെ നിന്നിട്ട് അങ്ങ് കഴുകി, എന്നിട്ട് തിരിച്ചിങ്ങോട്ട് അകത്ത് കയറുമെന്ന്. ഊരിപ്പിഴിയുന്നതിന് നമുക്ക് കുഴപ്പമില്ല, അകത്തിരുന്ന് ഊരിപ്പിഴിയാലോ. അപ്പം അങ്ങനെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് കയ്യിൽ ആർത്രൈറ്റിസ് ഒക്കെ ഉള്ളു. അപ്പം തണുപ്പിട്ട് എനിക്ക് കഴുകാൻ പറ്റില്ല, പുറത്ത് പൈപ്പിൽ തണുത്ത വെള്ളമാണല്ലോ വന്നെ. അപ്പം നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ എന്നാൽ ശരി എന്നാൽ.